അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 8ാമത്തെ പാഠം അദ്ദർസു സാമിൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ദുൽഖഅദ 15 യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു. യാത്രയുടെ സുന്നത്ത് നിസ്കരിച്ചു, ദുആ ചെയ്തു. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക വസവ്വദകല്ലാഹു തഖ്വ വയസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുന്ത എന്ന് പരസ്പരം പറഞ്ഞ് എല്ലാവരും എന്നെ യാത്രയയച്ചു. ദിക്ർ ചൊല്ലി കാറിൽ കയറി എയർപോർട്ടിലെത്തി. ഇഹ്റാമിൻ്റെ കുളി കഴിഞ്ഞു. വസ്ത്രം ധരിച്ചു, ഒരു തുണിയും ഒരു മേൽമുണ്ടും. എല്ലാവരും വിമാനത്തിൽ കയറി. ദിക്റുകൾ ചൊല്ലി. നവൈത്തുൽ ഉംറത വ ഹറംതു ബിഹാ ലില്ലാഹി തആല. ഞാൻ അല്ലാഹു തആലാക്ക് ഉംറ നിർവഹിക്കാൻ കരുതി. ഉംറക്ക് ഞാൻ ഇഹ്റാം ചെയ്തു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. പുരുഷന്മാർ ഉച്ചത്തിൽ ചൊല്ലി. ജിദ്ദ എയർപോർട്ടിൽ വിമാനമിറങ്ങി. എല്ലാം അല്ലാഹു തആലയിൽ സമർപ്പിച്ച് പരിശുദ്ധ മക്കയിലേക്ക് ബസ് കയറി. ദൂരെ നിന്ന് പരിശുദ്ധ ഹറമിൻ്റെ വലിയ കവാടം കണ്ടു. കണ്ണുകൾ നിറഞ്ഞു. കഅബ ഷരീഫ് കാണാൻ മനസ്സ് വെമ്പൽ കൊണ്ടു. വുളൂ ചെയ്ത് കഅബ ഷരീഫയുടെ അടുത്തേക്ക് നടന്നു. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതക്രീമൻ വതഅളീമൻ വമഹാബതൻ വസിദ് മൻ ശറഫഹു വഅള്ളമഹു മിമ്മൻ ഹജ്ജഹു അവ ഇഅ്തമറഹു തശ്രീഫൻ വതക്രീമൻ വതഅളീമൻ വബിർറൻ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം. പരിശുദ്ധ കഅബയിൽ ദൃഷ്ടി പതിഞ്ഞപ്പോൾ എല്ലാവരും ചൊല്ലി. ഞങ്ങൾ മത്വാഫിലേക്ക് ഇറങ്ങി. പിന്നീട് കഅബ ഷരീഫയെ ഇടതുഭാഗത്താക്കി അൽ ഹജറുൽ അസ്വദിന് നേരെ നിന്ന് കഅബാലയത്തിനു ചുറ്റും അല്ലാഹു തആലാക്ക് 7 പ്രാവശ്യം തവാഫ് ചെയ്യുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്തു. തവാഫ് തുടങ്ങി. 7 തവണ കഅബയെ തവാഫ് ചെയ്തു. അൽ ഹജറുൽ അസ്വദ് മുത്താൻ പലതവണ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. കഅബയുടെ വാതിലിൻ്റെയും അൽ ഹജറുൽ അസ്വദിൻ്റെയും അരികിൽ റബ്ബിലേക്ക് കൈകളുയർത്തി ഈ സങ്കടങ്ങൾ ബോധിപ്പിച്ചു. തവാഫിനു ശേഷം മഖാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ നിന്ന് തവാഫിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചു. ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലമുള്ള മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിച്ചപ്പോൾ മനസ്സിൽ സന്തോഷം കളിയാടി. സംസം കുടിച്ചതിനു ശേഷം സൊഫായിലെത്തി പ്രാർത്ഥിച്ചു. സൊഫായിൽ നിന്ന് പരിശുദ്ധ കഅബയെ നേരിൽ കാണാമായിരുന്നു. സൊഫാ മർവക്കിടയിൽ 7 തവണ സഅയ് ചെയ്തു. ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ സൊഫാ മർവക്കിടയിലുള്ള ഓട്ടം ഓർമ്മയിൽ ഓടിയെത്തി. സഅയിനു ശേഷം മുടി കളഞ്ഞ് ഉംറയിൽ നിന്ന് തഹല്ലുലായി. ഇനി സുഗന്ധം പുരട്ടാം, എണ്ണയിടാം, നഖം മുറിക്കാം, മുടി മുറിക്കാം, പുരുഷന്മാർക്ക് തലമറക്കാം, ചുറ്റുതുന്നിയ വസ്ത്രം ധരിക്കാം, സ്ത്രീകൾക്ക് മുഖം മറക്കാം, കയ്യുറ ധരിക്കാം. അൽഹംദുലില്ലാഹ്, ഉംറ പൂർത്തിയായി. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പൊറുക്കും. കുറ്റമറ്റ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഓർമ്മയിലെത്തിയപ്പോൾ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു. ഇബ്രാഹിം ഹാജിയുടെ ഡയറിയിൽ നിന്ന്. ഉംറത്തുൻ ഫി റമളാന തഅദിലു ഹജ്ജത്തൻ. റമളാനിലെ ഉംറ ഹജ്ജിന് സമാനമാകും. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാമിൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഒന്നാമത് കാണാം, നഖറു നക്തുബ്, വായിക്കുക, എഴുതുക. 1 അസ്തൗദിഉല്ലാഹ ദീനക്കും വ അമാനതക്കും വ ഖവാതിമ അമലിക്കും. അതേപോലെ അവിടെ എഴുതി കൊടുക്കുക. 2 നവൈത്തുൽ ഉംറത വ ഹറംതു ബിഹാ ലില്ലാഹി തആല. അതുപോലെ എഴുതി കൊടുക്കുക. 3 ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അതേപോലെ എഴുതി കൊടുക്കുക. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതക്രീമൻ വതഅളീമൻ വമഹാബതൻ വസിദ് മൻ ശറഫഹു വഅള്ളമഹു മിമ്മൻ ഹജ്ജഹു അവ ഇഅ്തമറഹു തശ്രീഫൻ വതക്രീമൻ വതഅളീമൻ വബിർറ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അതും എഴുതി കൊടുക്കുക. ഇനി അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ
വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അതും അതേപോലെ എഴുതി കൊടുക്കുക. ഇനി നുക്കമിൽ പൂരിപ്പിക്കുക. യാത്ര പറഞ്ഞു, ഇഹ്റാം ചെയ്തു, തൽബിയത്ത് ചൊല്ലി, ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി, തവാഫ് ചെയ്തു, തവാഫിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചു, സംസം കുടിച്ചു, സഫാ മർവക്കിടയിൽ 7 സഅയ് ചെയ്തു, മുടി കളഞ്ഞു, തഹല്ലുലായി. ഇനി മൂന്നാമത്തെ വർക്ക് കാണാം. നുജീബ്, ഉത്തരമെഴുതുക. 1. ഉംറയുടെ പ്രതിഫലം എന്താണ്? ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പൊറുക്കും. 2. കുറ്റമറ്റ ഹജ്ജിൻ്റെ പ്രതിഫലം എന്ത്? സ്വർഗം. 3. ഇഹ്റാം ചെയ്തവർക്ക് എന്തെല്ലാം ഹറാമാകും? സുഗന്ധം പുരട്ടുക, എണ്ണയിടുക, നഖം മുറിക്കുക, മുടി മുറിക്കുക, പുരുഷന്മാർ തലയിൽ തലമറക്കുക, ചുറ്റുതുന്നിയ വസ്ത്രം ധരിക്കുക, സ്ത്രീകൾ മുഖം മറക്കുക, കയ്യുറ ധരിക്കുക. ഇനി 4. ഒരു തവാഫിൽ കഅബ ഷരീഫെ എത്ര തവണ ചുറ്റും? 7 തവണ. 5. എവിടെ നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത്? അൽ ഹജറുൽ അസ്വദിന് നേരെ നിന്ന്. 6. തവാഫ് ചെയ്യുന്നവൻ്റെ ഏതു ഭാഗത്താണ് കഅബ ഷരീഫ് ഉണ്ടാകേണ്ടത്? ഇടതുഭാഗത്ത്. 7. യാത്ര പുറപ്പെടുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക സവ്വദകല്ലാഹു തഖവ വ യസ്റ ലക്കൽ ഖൈറ ഹൈതുമാ കുന്ത. 8. ഇഹ്റാം എന്നാൽ എന്ത്? ഞാൻ അല്ലാഹു തആലക്ക് ഉംറ നിർവഹിക്കാൻ കരുതി, ഉംറക്ക് ഞാൻ ഇഹ്റാം ചെയ്തു എന്ന് നിയത്ത് ചെയ്യുന്നതിനാണ് ഇഹ്റാം എന്ന് പറയുന്നത്. കരുതി. ഇനി 4-ാമത്തെ വർക്കാണ് നംലൽ ഫറാഹ്, വിട്ടുഭാഗം പൂരിപ്പിക്കുക. 1. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന പുരുഷൻ ധരിക്കാൻ ഒരു തുണിയും പുതക്കാൻ ഡാഷുമാണ് ഉപയോഗിക്കേണ്ടത്. ഒരു മേൽമുണ്ടുമാണ്. ഇനി 2. സഅയ് തുടങ്ങേണ്ടത് ഡാഷിൽ നിന്നാണ്, സഫയിൽ നിന്ന്. 3. സഅയ് അവസാനിക്കേണ്ടത് ഡാഷിലാണ്, മറവയിൽ. 4. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഡാഷ്കിടയിൽ ഓടി, സഫാ മർവ. 5. നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. 6. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലാ ഡാഷ് ലക് ശരീക ലക്. ഇനി തഖ്സീസ് കാണാം. 5-ാമത്തവർക്ക് ഉംറ യാത്രയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് പാഠത്തിൽ നിന്ന് തന്നെ അത് കണ്ടെത്താം. ദുൽഹിജ്ജ ദുൽഖഅദ 15 യാത്രക്കുള്ള തയ്യാറെടുപ്പുകളും കഴിഞ്ഞു. യാത്രയുടെ സുന്നത്ത് നിസ്കരിച്ചു, ദുആ ചെയ്തു. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക വ സവ്വദകല്ലാഹു തഖവ വ യസ്റ ലക്കൽ ഖൈറ ഹൈതുമാ കുന്ത എന്ന് പരസ്പരം പറഞ്ഞ് എല്ലാവരും എന്നെ യാത്രയാക്കി. ദിക്ർ ചൊല്ലി കാറിൽ കയറി, എയർപോർട്ടിലെത്തി, ഇഹ്റാമിൻ്റെ കുളിച്ചു, വസ്ത്രം ധരിച്ചു, ഒരു തുണിയും ഒരു മേൽമുണ്ടും. എല്ലാവരും വിമാനത്തിൽ കയറി, ദിക്റുകൾ ചൊല്ലി. നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഞാൻ അല്ലാഹു തആലക്ക് ഉംറ നിർവഹിക്കാൻ കരുതി, ഉംറക്ക് ഞാൻ ഇഹ്റാം ചെയ്തു. ജിദ്ദ എയർപോർട്ടിൽ എത്തി, വിമാനം ഇറങ്ങി. എല്ലാവരും അല്ലാഹു തആലയിൽ സമർപ്പിച്ച് പരിശുദ്ധ മക്കയിലേക്ക് ബസ് കയറി. ദൂരെ നിന്ന് പരിശുദ്ധ ഹറമിൻ്റെ വലിയ കവാടം കണ്ടു. കണ്ണുകൾ നിറഞ്ഞു. കഅബ ഷരീഫ് കാണാൻ മനസ്സ് വെമ്പൽ കൊണ്ടു. വുളൂ ചെയ്ത് കഅബ ഷരീഫ് അടുത്ത് നടന്നു. ഞങ്ങൾ മത്താഫിലേക്ക് ഇറങ്ങി. പിന്നീട് കഅബ ഷരീഫ് ഇടത് ഭാഗത്താക്കി അൽ ഹജറുൽ അസ്വദിനെ നേരെ നിന്ന് കഅബാലയത്തിന് ചുറ്റും അല്ലാഹു തആലക്ക് 7 പ്രാവശ്യം തവാഫ് ചെയ്യുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് ചെയ്തു. തവാഫ് തുടങ്ങി. 7 തവണ കഅബയെ തവാഫ് ചെയ്തു. അൽ ഹജറുൽ അസ്വദ് മുത്താൻ പലതവണ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. കഅബയുടെ വാതിലിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെയും അരികിൽ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി സങ്കടങ്ങൾ ബോധിപ്പിച്ചു. തവാഫിൻ്റെ ശേഷം മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്ന് തവാഫിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചു. 1 റക്അത്തിന് 1,00,000 പ്രതിഫലമുള്ള മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിച്ചപ്പോൾ മനസ്സിൽ സന്തോഷം കളിയാടി. സംസം കുടിച്ചതിന് ശേഷം സഫായിലെത്തി പ്രാർത്ഥിച്ചു. സഫായിൽ നിന്ന് പരിശുദ്ധ കഅബയെ നേരിൽ കാണാമായിരുന്നു. സഫാ മർവക്കിടയിൽ 7 തവണ സഅയ് ചെയ്തു. ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ സഫാ മർവക്കിടയിലുള്ള ഓട്ടം ഓർമ്മയിൽ ഓടിയെത്തി. സഅയിനു ശേഷം മുടി കളഞ്ഞു, ഉംറയിൽ നിന്ന് തഹല്ലുലായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.